ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ ചില ഡൗട്ടുകൾ അതായത് പൈ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള PI എന്ന് പറഞ്ഞ് ഒരാളെന്നെ തിരുത്തിയിട്ടുണ്ടായിരുന്നു കമൻറ്റിലൂടെ. പൈ എന്നാണ്. ഓക്കെ, പൈ നെറ്റ്വർക്കിലൂടെ ഉള്ള നിങ്ങളുടെ ചില ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും മൈനിങ് അല്ലാതെ ഇതിലൂടെ ടോക്കൺസ് ലഭിക്കാൻ മറ്റൊരു ഓപ്ഷൻ കൂടി ഇതിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം, നിങ്ങൾ പൈ നെറ്റ്വർക്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണാം ഇതിൻ്റെ KYC, അതായത് മാർച്ച് 14 വരെയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇത് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്നും അവർ ക്ലിയർ ആയിട്ട് ഈ ഒരു നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. മാർച്ച് 14 വരെ തീർച്ചയായിട്ടും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു വെക്കുക. അപ്രൂവൽ ആയാലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു വെക്കുക. കറക്റ്റ് ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് മാത്രം ചെയ്തു വെക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ സമയം ഇതിന് വെരിഫിക്കേഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ മൈഗ്രേറ്റ് ആകാത്ത ആളുകൾ, ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മെയിനെറ്റിൽ പോകുമ്പോൾ ലാസ്റ്റ് സെക്ഷനിലാണ് നിങ്ങളുടെ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ, മെയിനെറ്റ് ചെക്ക് ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ ഒരു 9th സ്റ്റേജിലാണ് നിങ്ങളുടെ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊന്നും പേടിക്കേണ്ട. കാരണം എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് മൈഗ്രേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് മൈഗ്രേഷൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ബാലൻസ് മൈഗ്രേറ്റ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൈഗ്രേഷൻ്റെ ഡേറ്റും അവർ സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം എന്തായാലും ലിസ്റ്റൊക്കെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും സെക്കൻഡ് മൈഗ്രേഷൻ അവർ ഓപ്പൺ ചെയ്യും. അതുപോലെ തന്നെ വെയിറ്റ് ഫോർ KYC എന്ന് പറഞ്ഞ സെക്ഷനിലാണ് നിങ്ങൾ കിടക്കുന്നു എന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് അപ്രൂവൽ ആവും. ഇതിൻ്റെ ഡേറ്റ് ഒക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, എത്ര ദിവസം കഴിഞ്ഞാലാണ് KYC അപ്രൂവ് ആകുന്നത്. ഇതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ചില ആളുകളുടെ 1 മാസത്തിനുള്ളിലാവും, ഞാനൊക്കെ കൊടുത്തിട്ട് 6 മാസത്തിന് ശേഷമാണ് എനിക്കായത്. അപ്പോൾ ഡേറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ വെരിഫിക്കേഷൻ സ്റ്റൈൽ അനുസരിച്ചിരിക്കും എത്ര ദിവസം എടുക്കുന്നു എന്നുള്ളതിനെയൊക്കെ കുറിച്ച്. അതുപോലെ തന്നെ പിന്നെയുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ ടെൻറ്ററ്റീവ് KYC ആണ്. ഈ ടെൻറ്ററ്റീവ് KYC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ അപ്രൂവ് ആയ ആളുകളുടെ ടെൻറ്ററ്റീവ് KYC സ്റ്റാറ്റസിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു റീവെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ചെറിയ ഡൗട്ട്സുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സിലുണ്ടെങ്കിൽ അവർ ടെൻറ്ററ്റീവ് KYCയിലേക്ക് മാറ്റും. എന്നിട്ട് ഒന്നും കൂടി വെരിഫൈ ചെയ്യും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ വീണ്ടും അവരുടെ ഫോറത്തിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ഫോർമാലിറ്റി പോലെ സെക്കൻഡ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതും ഓട്ടോമാറ്റിക് അപ്രൂവൽ ആകും, ഈ അടുത്ത് തന്നെ ആകും. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ KYC ചെയ്യാത്ത നിങ്ങളുടെ റെഫറൽ ചെയ്ത ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് അവരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിക്കുക KYC. ഇനിയും സമയമുണ്ട്, ഏകദേശം 14 ദിവസം വരെ ഇനിയും സമയമുണ്ട്, നിങ്ങൾ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അൺവെരിഫൈഡ് ബാലൻസിൽ നിങ്ങൾക്ക് കാണാം 2,82,000 ടോക്കണോളം ഉണ്ട്. ഇത് കിട്ടുമെന്നൊന്നും എനിക്ക് വലിയ വിശ്വാസമോ അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷയൊന്നും ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളിൽ വെക്കാറില്ല. കിട്ടിയാൽ നമുക്കതെടുക്കാം എന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നമ്മളുടെ റെഫറൽസിൻ്റെ ബോണസുകൾ അവർ വെരിഫൈ ചെയ്ത് KYC അപ്രൂവ് ആയ റെഫറൽസിൻ്റെ അവർ മൈൻ ചെയ്ത ഒരു ബോണസ് നമുക്ക് ഇപ്പോൾ റെഫർ ചെയ്ത ആളുകൾക്ക് കിട്ടും. അത് എല്ലാം ഈ അൺവെരിഫൈഡ് ബാലൻസിലായിരിക്കും കിടക്കുന്നത്. അത് KYCയുടെ ആ സമയമെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ പ്രോസസ്സെല്ലാം അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും എത്ര നമുക്ക് അൺവെരിഫൈഡിൽ നിന്ന് ട്രാൻസ്ഫറിലേക്ക് ആയി എന്നുള്ളതിനെയൊക്കെ കുറിച്ച്. അതുപോലെ തന്നെ മൈനിങ് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. മൈനിങ് സ്റ്റോപ്പ് ചെയ്യുന്ന ഡേറ്റ് ഒന്നും ഇവർ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കാരണം ഒരുപാട് ടോക്കൺസ് ഇപ്പോൾ ഇവരുടെ പുതിയ ഫോറത്തിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് ഈ അൺവെരിഫൈഡിൽ ബാലൻസിലുള്ള ഒരുപാട് ആളുകളുടെ ടോക്കൺസ് ഉണ്ടാകും. അതൊന്നും ആദ്യം പറഞ്ഞിരുന്നത് ചിലപ്പോൾ അത് ഫോർഫിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബേൺ ചെയ്യുകയോ ചെയ്യുമെന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ബാലൻസ് വരുന്ന ടോക്കൺസ് വീണ്ടും അവർ മാർക്കറ്റിലേക്ക് ഇറക്കും. അതായത് നമുക്ക് വീണ്ടും മൈൻ ചെയ്യാനുള്ള ബാലൻസിലേക്ക് മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു രീതിയിലേക്കാണ് ഇവരുടെ പ്രോസസ്സ് ഇപ്പോൾ പോകുന്നത്. കുറച്ച് ടോക്കൺ ചിലപ്പോൾ ബേൺ ചെയ്തെന്നിരിക്കും. ബേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് ഉപകാരം. കാരണം നമ്മുടെ ബാലൻസ് ഉള്ള ടോക്കണിൻ്റെ വാല്യൂ വീണ്ടും കൂടാൻ സാധ്യതയുണ്ട് ബേൺ ചെയ്യുമ്പോൾ. ഫോർഫീറ്റ് ചെയ്യാൻ എന്തായാലും ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഫോർഫീറ്റ് ചെയ്യുന്നതിന് പകരം ആ ബാലൻസ് വരുന്ന എമൗണ്ട് വീണ്ടും മാർക്കറ്റിലേക്ക് അവർ ഇറക്കും. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വീണ്ടും മൈൻ ചെയ്യാൻ അവസരം ഉണ്ടാകും. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും മൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. അവർക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് ഓരോ ഈ മൈഗ്രേഷൻ സെക്ഷനിൽ തന്നെ ഫസ്റ്റ് മൈഗ്രേഷനിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഏകദേശം 900 ടോക്കൺ അടുത്തേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്ത ആളുകൾക്ക്, ഞാൻ ആ വീഡിയോ ഇട്ട് അന്ന് മുതൽ മൈൻ ചെയ്യുന്ന ഒരാളുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു 2-3 ദിവസം പുള്ളിക്ക് മിസ്സായിട്ടുള്ളൂ. പുള്ളിക്ക് ഏകദേശം 10,000 സംതിങ് ടോക്കൺസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ. പുള്ളി $2 ആയപ്പോൾ വിറ്റിട്ട് വീണ്ടും അത് താഴെ ഇറങ്ങിയപ്പോൾ വീണ്ടും അത് പർച്ചേസ് ചെയ്തു. ഇപ്പോൾ നല്ലൊരു പ്രോഫിറ്റിലാണ് പുള്ളി നിൽക്കുന്നത്.
അതുപോലെ തന്നെ ഒരു ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു ഇന്നലെ. പുള്ളിക്ക് ഏകദേശം ഒരു 3 lakh സംതിങ് ഇന്ത്യൻ റുപ്പീസോളം കിട്ടി. അത് പുള്ളി വിറ്റിട്ടില്ല, പകുതി വിറ്റിട്ടുണ്ട്. പുള്ളി ഒരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ക്യാഷ് ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ടൈമിന് ഈ ഒരു സംഭവം കിട്ടിയത് കാരണം ഏകദേശം ഒരു 1.5 lakhs അദ്ദേഹം വിഡ്രോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് എടുത്തു എന്ന് പറഞ്ഞിട്ട് വളരെ ഉപകാരം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്തായാലും ഒരു ജെന്വിൻ ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ കിട്ടിയ ആളുകൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോഴും മൈനിങ് സ്റ്റോപ്പ് ആയിട്ടില്ല. ഇപ്പോഴും മൈൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്യുക. എനിക്കിപ്പോൾ 513 ആളുകൾ ഇപ്പോൾ എൻ്റെ റെഫറൻസ് ഇപ്പോഴും മൈൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ 3900 സംതിങ് ആളുകൾ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും ഇപ്പോൾ ചിലപ്പോൾ അവർ പഴയ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ലോഗിൻ ഡീറ്റെയിൽസ് മറന്നു പോയിട്ടുണ്ടാകും. ലോഗിൻ ഡീറ്റെയിൽസ് മറന്നുപോയ ആളുകൾ, ഇപ്പോൾ ഒരു ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു. പുള്ളി ആപ്ലിക്കേഷനിലൂടെ ലോഗിൻ ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. പക്ഷേ ബ്രൗസർ യൂസ് ചെയ്തിട്ട് PIയുടെ ഇതുപോലുള്ള PI ബ്രൗസർ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തപ്പോൾ പഴയ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ലോഗിൻ ചെയ്തപ്പോൾ ലോഗിൻ ആയി. അതുപോലെ തന്നെ ഇപ്പോൾ പാസ്വേഡ് മറന്നുപോയ ആളുകൾ അതിൽ ഫോർഗെറ്റ് പാസ്വേഡ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾ തീർച്ചയായിട്ടും PIയുടെ ബ്രൗസർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് കയറി നോക്കുക, അതിൻ്റെ ഉള്ളിൽ ലോഗിൻ ചെയ്ത് നോക്കുക. കിട്ടിയാൽ നിങ്ങൾ അന്ന് വരെ മൈൻ ചെയ്ത ടോക്കൺ അതിലുണ്ടാവും. KYC മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോകളിൽ ഇപ്പോഴും ആളുകൾ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. PIയുടെ ഒരു പോസ്റ്റ് ഞാൻ ഇതിനു മുമ്പ് 2 ദിവസം മുമ്പ് ഇട്ടിരുന്നു. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്ത് പുതിയ ഉഡായിപ്പുമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇതിനെ വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്, ഇപ്പോഴും ഇതിൽ നെഗറ്റീവ് അടിക്കുന്ന ആളുകളുണ്ട്. അവരെന്തായാലും നെഗറ്റീവ് അടിച്ചോട്ടെ. ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇതുപോലെ കമൻറ്റ് അടിക്കുന്ന ആളുകൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് ഇവർ കമൻറ്റ് ഇടുമ്പോൾ. കാരണം അവർക്ക് എന്തായാലും നഷ്ടമായ ആളുകളാണ് ഇപ്പോഴും ഇതുപോലെ നെഗറ്റീവ് കമൻറ്റ്സ് ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് എന്തായാലും മിസ്സായിപ്പോയി. ഇപ്പോൾ കിട്ടുന്ന ആളുകൾ അവർ ഇതുപോലെ കമൻറ്റൊക്കെ ഇടുമ്പോൾ കിട്ടാത്ത ആളുകൾ ഇപ്പോഴും നെഗറ്റീവ് കമൻറ്റ്സ് അടിക്കുന്നുണ്ട്. അവർക്കത് മിസ്സായ സംഭവമാണ്. എന്നിരുന്നാലും നമ്മളതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞു ഷെയർ ചെയ്തതേ ഉള്ളൂ. ഓക്കെ. ഇനി ഇതിൽ മറ്റൊരു ഓപ്ഷൻ, നിങ്ങൾക്ക് മൈൻ ചെയ്ത് ടോക്കൺ ലഭിക്കുന്നതിനൊക്കെ അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ടോക്കൺ ലഭിക്കാനുള്ള ഒരു അവസരം ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഫോട്ടോസൊക്കെ കാണാം നമുക്ക് ഇപ്പോൾ ആപ്ലിക്കേഷനിൽ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫയർസൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫോറം പോലെ ഒരു സംഭവം ഇവർക്കുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഫോട്ടോസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാം പൈനെ കുറിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഫോട്ടോസോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾ അതിൽ ഇതുപോലെ വോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് ടോക്കൺസ് ഇതുപോലെ ആളുകൾ ഷെയർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജിൽ പ്രസ് ചെയ്താൽ മതി, നമ്മൾ ആ ഫയർ സൈഡ് എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ആളുകൾ ഒരു കൂട്ടം ആളുകളാണ്. ഇവർ ഇന്തോനേഷ്യ എന്താണെന്ന് തോന്നുന്നു. അവർ കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്യുന്ന ആളുകളാണ്. റിഗും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ലാപ്ടോപ്പൊക്കെ വെച്ച് മൈൻ ചെയ്യുന്ന ആളുകളാണ്. ഇവരിതുപോലെ ഒരു ഫോട്ടോ ഇട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇട്ട് 3 ദിവസം മുമ്പാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം വോട്ട്സ് 7001 വോട്ടും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് 385 ടോക്കൺസ്. ഇതിവർക്ക് ലഭിച്ച ടോക്കൺസ് ആണ്. അതായത് ഈ പോസ്റ്റ് കാണുന്ന ആളുകൾ നമുക്ക് ടോക്കൺസ് ഷെയർ ചെയ്യും. അധികം ടോക്കൺസ് ഉള്ള ആളുകൾ ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് ടോക്കൺസ് ലഭിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിൽ ആകെ ചെയ്യേണ്ടത് ഫയർ സൈഡിലേക്ക് പോവുക. എന്നിട്ട് പോകുമ്പോൾ തന്നെ താഴെ നമുക്ക് പോസ്റ്റ് ചെയ്യാനും ചാനലും മൈ ടോക്കൺസ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കാണും. ഞാൻ ഇപ്പോൾ ഇന്നലെ ജസ്റ്റ് ഒരു സംഭവം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് പൈ ടു ദ മൂൺ, ക്രിപ്റ്റോ റോക്കറ്റ് ബ്ലാസ്റ്റിംഗ് ടു ദ മൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ടോക്കൺസ് ഒന്നും ലഭിച്ചിട്ടില്ല, ഒരു ഫയർ ലൈക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു 5-10 ഇതുപോലെ ഫോട്ടോസും ടെക്സ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തിടുക. നമുക്കതിലൂടെ ഒരു ചെറിയ ടോക്കൺസ് നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പട്ടിക്കുട്ടിയുടെ ഫോട്ടോ. ഇദ്ദേഹം പൈ ടോക്കൺ വെച്ചിട്ട്, അതായത് പൈ ടോക്കൺ അതിൽ നിന്ന് കിട്ടിയ വരുമാനം വെച്ചിട്ട് ചെറിയൊരു പട്ടിക്കുട്ടിയെ മേടിച്ചു അതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനും ആളുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 2626 ലൈക്സും അതുപോലെ തന്നെ 136 ടോക്കൺസ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആളുകളെ ഇംപ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പൈ നെറ്റ്വർക്കിനെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഫോട്ടോസോ പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇടാൻ സാധ്യമാകും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതെങ്ങനെയെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. ഞാൻ ചെയ്തത് എങ്ങനെയെന്ന് കാണിച്ചുതരാം. ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് AI പോലത്തെ സംഭവങ്ങളാണ് ഇതുപോലത്തെ പോസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് Leonardo.ai ആണ്. നിങ്ങൾക്ക് ഏത് ഇമേജ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് എന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇമേജ് ക്രിയേഷൻ എടുക്കുക.
ഓക്കെ, ഇതിപ്പോൾ ഇന്നലെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ് ഇതിൽ കിടക്കുന്നത്. ഇത് കളയാം നമുക്ക്. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ചാറ്റ് ജി പി ടി എടുക്കുക. ഓക്കെ, ചാറ്റ് ജി പി ടി നമുക്കൊരു പ്രോംപ്റ്റ് അതിൽ അടിച്ചു കൊടുക്കണം. ഞാൻ സാധാരണ ഇമേജ് പ്രോംപ്റ്റിന് വേണ്ടിയിട്ട്, ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റിന് വേണ്ടി ഇങ്ങനെ ഒരു സംഭവമാണ് അടിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനൊരു പ്രോംപ്റ്റാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഐ നീഡ് എ പ്രോംപ്റ്റ് ഫോർ ക്രിയേറ്റിംഗ് എ ഫോട്ടോ റിലേറ്റഡ് ടു പൈ നെറ്റ്വർക്ക് ലോഗോ എൻഗ്രേവ്ഡ് ഇൻ എ ലക്ഷറി കാർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു. ഇത് പല പല രീതിയിലുള്ള ഇമേജസ് ഇത് ക്രിയേറ്റ് ചെയ്ത് വരും. നമ്മൾ ജസ്റ്റ് വീണ്ടും വീണ്ടും ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത് നോക്കണം, എന്നാലേ കറക്റ്റ് ഒരു ഇമേജ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒരു പ്രോംപ്റ്റ് നമുക്ക് കിട്ടി. ഞാൻ ഈ പ്രോംപ്റ്റ് കോപ്പി ചെയ്യുന്നു. ഇതെല്ലാം AI ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് എടുത്ത് നോക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക. Leonardo.ai വരിക. ഇവിടെ ടൈപ്പ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ക്രിയേറ്റ്. ഇതിൽ ഒരുപാട് ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫ്രീ അക്കൗണ്ട് തന്നെ മതി. ഈ 14 ടോക്കൺസ് വെച്ച് ഡിഡക്റ്റ് ആവും. ഏകദേശം 150 ടോക്കൺസ് ഫസ്റ്റ് അക്കൗണ്ടിലൂടെ നമുക്ക് Leonardo.ai നിന്ന് കിട്ടുന്നുണ്ട്. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം ഇമേജ് ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം പൈയുടെ ലോഗോ ഒക്കെ വെച്ചിട്ട്, പൈ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് AI ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജാണ്. ഇതുപോലെ ഒരു ഇമേജ് മാത്രം വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, ടെക്സ്റ്റ് ഒന്നും വേണ്ടാതെ. ചെറിയൊരു ടൈറ്റിൽ മാത്രം കൊടുത്തിട്ട് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ലിയനാർഡോയിൽ പോയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഫോട്ടോഷോപ്പൊക്കെ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ലോഗോ എടുത്ത് ഇതിലൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയൽ സൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പോസ്റ്റ് എന്ന് പറഞ്ഞ താഴെ ഒരു പ്ലസ് സിമ്പിൾ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇതിൽ ഫോട്ടോഗ്രാഫി PI കൊമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നമ്മളിപ്പോൾ AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത കാരണം പൈ ആർട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുക. ഓക്കെ, ഓരോ ചാനലാണത്. ആ ഒരു ചാനലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കാണിക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ടോക്കൺസ്, ഓരോ ഇതിലും ടോക്കൺ ആവശ്യമാണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ടോക്കൺ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 0 ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ കാണാം യുവർ ബാലൻസ് 1. ഒരു ടോക്കൺ നിങ്ങൾക്ക് എപ്പോഴും വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോക്കൺ ബാലൻസ് 0 ആണെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം 1 ഫ്രം ആഡ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു ആഡ് കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു ആഡ് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോക്കൺ ലഭിക്കും. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഈ ഒരു ആഡ് കഴിയുമ്പോൾ മുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ ടൈമർ കാണാം. അത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ടോക്കൺ ലഭിക്കും. ആ ഒരു ടോക്കൺ വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതങ്ങോട്ട് ക്ലോസ് ചെയ്ത് കളയാം, വീണ്ടും ക്ലോസ് ചെയ്യാം. 3 പ്രാവശ്യം വരും ഇത്. അത് 3 പ്രാവശ്യം ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ലോഡിങ് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും മുകളിൽ ഒരു ടോക്കൺ കൂടി ആഡായി വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കൺഗ്രാജുലേഷൻസ് വി ആഡ് ടോക്കൺ യു ആർ റിസീവ്ഡ്. ഇപ്പോൾ 2 ടോക്കൺ ആയിട്ടുണ്ട്. ഇതുപോലെ ടോക്കൺ ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഒരു ആഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ടോക്കൺസ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് മെയിൻ ടോക്കൺ അല്ല, ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ടോക്കണാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലാതെ നമ്മുടെ പൈ ടോക്കൺ അല്ല ഈ ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് PI ആർട്ട്, ഞാൻ ഇപ്പോൾ PI ആർട്ടാണ് എടുക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോഗ്രാഫിയാണ് പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി എടുക്കുക. PI ആർട്ട്, ദെൻ പിക്ക് എ ചാനൽ. ഓക്കെ, ഇവിടെ ടൈറ്റിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്, ഫ്യൂച്ചറിസ്റ്റിക് PI SUV എന്ന് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല, മറിച്ച് ഇമേജാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇമേജ് അപ്ലോഡ് ആവുന്നുണ്ട്. ദെൻ പോസ്റ്റ് കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് ന്യൂ പോസ്റ്റ് ഫോർ 1 ടോക്കൺ. ഓക്കെ, നമ്മളുടെ ആ പോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആളുകൾ ഇപ്പോൾ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ കാണുമ്പോൾ നമുക്ക് ഇതുപോലെ ടോക്കൺസ് ലഭിക്കുകയും ചെയ്യും. ടോക്കൺസ് ലഭിക്കുന്നത് പറഞ്ഞാൽ ഇത് കാണുന്ന ആളുകൾ നമുക്ക് ഷെയർ ചെയ്ത് തരുന്ന ടോക്കൺസ് ആണത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പറ്റുന്ന ഇമേജസുകൾ, നല്ല ഇമേജസുകൾ സ്പാം ചെയ്യാതിരിക്കുക. ഇത് കറക്റ്റ് ആ കാറ്റഗറി തന്നെ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ പോസ്റ്റ് അവർ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്തിടാം. അതിലൂടെ ചെറിയ ടോക്കൺസ് നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഈ KYCയുടെ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 14 ആണ്. ഇനിയൊരു എക്സ്റ്റൻഷൻ ഇതിലുണ്ടാവില്ല എന്ന് ഇവർ ഉറപ്പിച്ച് ഇവരുടെ പോസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാലേ നമ്മുടെ വെരിഫൈഡ് ബാലൻസിൻ്റെ ബോണസുകളും കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ട്രാൻസ്ഫറബിൾ സെക്ഷനിലേക്ക് എത്തുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും മൈഗ്രേഷൻ, സെക്കൻഡ് മൈഗ്രേഷനിലായിരിക്കും ബാക്കിയുള്ള ബാലൻസ് ഒക്കെ വരുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അൺവെരിഫൈഡ് ബാലൻസിൽ എത്ര എമൗണ്ട് ഉണ്ടെങ്കിലും അത് മൊത്തമൊന്നും നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടില്ല. ഒരുപാട് ആളുകളൊന്നും KYC ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ട് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആ എമൗണ്ട് എല്ലാം വീണ്ടും നമുക്ക് മൈൻ ചെയ്യാനുള്ള ഒരു സെക്ഷനിലേക്ക് മാറ്റും. വീണ്ടും നമുക്കത് മൈൻ ചെയ്ത് ബാക്കിയുള്ള ആളുകൾക്ക് മൈൻ ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവർ തരുന്നുണ്ട്. ഇത്രയും ടോക്കണൊക്കെ ഇപ്പോൾ എൻ്റെ അൺവെരിഫൈഡ് ബാലൻസിലുണ്ടെങ്കിലും ഇത്ര എമൗണ്ട് ഒന്നും എനിക്ക് തീർച്ചയായിട്ടും കിട്ടില്ല. അതിൻ്റെ പകുതി പോലും കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുറച്ച് എമൗണ്ട് എന്തെങ്കിലും കിട്ടിയാൽ അത്രയും നല്ലത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്ത ആളുകൾക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഇതിൽ നിന്ന് ഇപ്പോൾ തന്നെ ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മളുടെ ടോക്കൺ ഇപ്പോൾ ചെറിയൊരു ഇടിവ് നേരിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ 2.21 എത്തിയിട്ടുണ്ട്. അതിപ്പോൾ മൊത്തമായിട്ട് ക്രിപ്റ്റോ മാർക്കറ്റ് ഇപ്പോൾ ഇടിഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു കാരണത്താലായിരിക്കാം ഇത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അത് ഫ്യൂച്ചറിൽ കയറി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ ടോട്ടൽ ഇപ്പോൾ എൻ്റെ വേറൊരു ചെറിയൊരു ടോക്കൺ കൂടി ഇതിലുണ്ട്. അതിൻ്റെ ടോട്ടലും കൂടിയാണ് ഇപ്പോൾ ഏകദേശം $2,400 ആയിട്ടുണ്ട്. ഇത് ഏകദേശം 3,100 വരെ ആയതാണ് PIയുടെ ടോക്കൺ കയറിയപ്പോൾ. ഞാൻ പക്ഷേ ട്രേഡൊന്നും ചെയ്യാൻ നിന്നില്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മൾ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ ആ സമയമായിരിക്കും വീണ്ടും കയറുന്നത്, അപ്പോൾ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ട്രേഡൊന്നും ചെയ്തില്ല. അല്ലാതെ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. എന്തായാലും അൺവെരിഫൈഡ് ബാലൻസ് കൂടി വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് അറിയില്ല, ടോക്കൺ കിട്ടിയ ആളുകൾക്ക് അറിയില്ല ബിറ്റ്ഗെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ബാങ്കിലേക്ക് എങ്ങനെ മാറ്റും എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വേണമെന്ന് ഒരുപാട് പേര് അതിൻ്റെ ഒരു വോട്ടിംഗ് സെക്ഷനും അല്ലെങ്കിൽ പോളിംഗ് സെക്ഷനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പോസ്റ്റിൽ. അതിൽ 82% ആളുകൾക്കും ആ ഒരു ട്യൂട്ടോറിയൽ വേണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ടോക്കൺ ആയി കഴിഞ്ഞാൽ കുറച്ച് ടോക്കൺ ഞാൻ സെൽ ഔട്ട് ചെയ്തിട്ട് അതെങ്ങനെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് വരെയുള്ള പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് ന്യൂബീസ് അല്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. നമ്മുടെ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്നിരുന്നാലും ഈ ഒരു ടോക്കൺ മൈൻ ചെയ്ത മാത്രമുള്ള ആളുകളുണ്ടാവും, അവർക്കറിയില്ല ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. കുറച്ച് ടോക്കൺ ഞാൻ വിറ്റിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് അപ്പോൾ മാർക്കറ്റ് ഒന്നും കൂടി ഒന്ന് അപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ പൈ ടോക്കണിൻ്റെ ട്യൂട്ടോറിയലാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിരുന്നു, യൂഡമിയിൽ എങ്ങനെ നമുക്കൊരു കോഴ്സ് അപ്ലോഡ് ചെയ്ത് എങ്ങനെ വരുമാനം നേടാം എന്നുള്ളതിനെക്കുറിച്ച്. അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫൊക്കെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, എങ്ങനെ അക്കൗണ്ട് ക്രിയേഷനും അതുപോലെ തന്നെ കോഴ്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് വീക്ക് ഞാൻ ചെയ്യുന്നതാണ്. ചെയ്തിട്ടില്ല ഇതുവരെയും. എൻ്റെ സൗണ്ട് 2 ദിവസം അടഞ്ഞ് പോയത് കാരണം, ടോൺസ്ലെസ് കാരണം എനിക്ക് വീഡിയോസ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് വീക്ക് എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ നോയമ്പാട് വരുന്നത്, അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും മാക്സിമം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം ഡൗട്ടുകൾ ഈ വീഡിയോയിൽ നിന്ന് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ടെൻറ്റേറ്റീവിനെ കുറിച്ചും അതുപോലെ തന്നെ മൈഗ്രേറ്റ് ആവുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ KYC കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴാണ് മൈഗ്രേറ്റ് ആവുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കെങ്ങനെ ഫ്രീ ആയിട്ട് ഇതിൽ മൈനിങ് കൂടാതെ തന്നെ മറ്റുള്ള രീതിയിൽ ഫയർ സൈഡ് വെച്ചിട്ട് പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്ത് എങ്ങനെ ടോക്കൺസ് ലഭിക്കും എന്നുള്ളൊരു ട്യൂട്ടോറിയൽ കൂടിയായിരുന്നു നമ്മൾ ചെയ്തത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്യുക. ഇപ്പോൾ നല്ല സമയമാണ്, എന്തായാലും അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് വീണ്ടും മൈൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതെ മാക്സിമം നമ്മൾ മൈൻ ചെയ്ത് ഉള്ള ടോക്കണൊക്കെ എടുക്കുക. അൺവെരിഫൈഡ് ബാലൻസ് ഒക്കെ ഓപ്പൺ ആയതിനു ശേഷം ഞാൻ എന്തായാലും കുറച്ച് ടോക്കണൊക്കെ ഞാൻ സെൽ ഔട്ട് ചെയ്യും. എന്നിട്ട് നല്ലൊരു എമൗണ്ട് ലോങ് ടേം ആയിട്ട് ഹോൾഡ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, എൻ്റെ വീഡിയോ കാണുന്ന മിക്ക ആളുകളും സബ്സ്ക്രൈബേഴ്സ് അല്ല എൻ്റെ ചാനലിൽ. ഓക്കെ, ഒരുപാട് പേരൊന്നും സബ്സ്ക്രൈബ് ഇപ്പോഴും ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു അനാലിറ്റിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഏജ് ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ കാണുന്നത് 25 to 34 അതുപോലെ തന്നെ 35 to 44 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് കൂടുതലും എൻ്റെ വീഡിയോസ് കാണുന്നത്. ജെൻഡർ കൂടുതലും മെയിലാണ് 86%, ഫീമെയിൽ 13% മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നത്, പിന്നെ അറബ് കൺട്രീസിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം വാച്ച് ടൈം ഫ്രം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോഴും 65% ആളുകളും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ആകെ 34.6% ആളുകൾ മാത്രമേ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ അപ്ഡേഷൻ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്, ഓരോ ട്യൂട്ടോറിയലിൻ്റെ വീഡിയോസും. ഇപ്പോൾ ചില ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീണ്ടും കുറേ നാൾ കഴിഞ്ഞിട്ട് പുതിയ വീഡിയോ കണ്ടിട്ട് പഴയ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയും, ഈ വീഡിയോ കാണുക. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. പുതിയ വീഡിയോസിൻ്റെ അല്ലെങ്കിൽ പഴയ വീഡിയോസിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.